ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് വെബ് വേർഷൻ്റെ 1 ഇയർ പ്ലാൻ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ്. നോർമലി ഫോട്ടോഷോപ്പ് ഫ്രീ ആയിട്ട് നൽകുന്നത് 7 ഡേയ്സ് ആണ്. എന്നാൽ നമ്മൾ പറയുന്ന ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 ഇയർ ഫോട്ടോഷോപ്പിൻ്റെ വെബ് വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇതിന് കാർഡ് ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല. അതിന് ആദ്യമായി ക്രോമിൽ കയറുക, എന്നിട്ട് ഫോട്ടോഷോപ്പ് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ക്രോമിൻ്റെ തന്നെ വെബ് സ്റ്റോറിൻ്റെ ഒരു ലിങ്ക് കാണാം, അത് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോമിൻ്റെ സ്റ്റോറിൽ കയറി ഡയറക്റ്റ് ഫോട്ടോഷോപ്പ് എന്ന് സെർച്ച് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അവിടെ കാണാം. ഇതിൽ ആഡ് ടു ക്രോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡൗൺലോഡായി ഒരു പുതിയ ടാബിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ നിങ്ങളുടെ ക്രോം എക്സ്റ്റൻഷൻ ടേബിളിൽ ആഡ് ആയിട്ടുണ്ടാവും. ഈ ഓപ്പൺ ആയ വിൻഡോയിൽ താഴെ സ്റ്റാർട്ട് ഫ്രീ ഓഫർ എന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ക്ലെയിം ആയിട്ടുണ്ടാവും. ഇപ്പം കിട്ടിയ അപ്ഡേറ്റ് വെച്ച് ഫോട്ടോഷോപ്പിൻ്റെ വെബിൻ്റെ ഇൻട്രൊഡക്ടറി ഓഫറായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 8. ഈ ക്ലെയിം ചെയ്ത വെബ് വേർഷനിൽ ഫോട്ടോഷോപ്പ് 2025 ഡെസ്ക്ടോപ്പ് വേർഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല AI മോഡൽസും നമുക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജനറേറ്റീവ് അപ്സ്കെയിൽ നമ്മുടെ ഫോട്ടോസിൻ്റെ റെസൊല്യൂഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതും, ഹാർമണൈസർ AI നമ്മുടെ ഫോട്ടോസ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നത്, എഫക്ട്സ്, ഇതുപോലെ പല AIസും നമുക്കിതിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു ഫോട്ടോഷോപ്പിൽ അപ്ലോഡ് ചെയ്തിട്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടൂൾസ്, അതുപോലെ തന്നെ AIസിൻ്റെ സെക്ഷൻസ്, എഫക്ട്സ് എന്നിവയൊക്കെ കാണാം. ഇതും മൊത്തത്തിൽ നമ്മൾ ട്രൈ ചെയ്താൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എഫക്ട്സ് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേസിക്കലി ഈ ഫോട്ടോഷോപ്പ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ബിഗിനറിനോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേണ്ട എഫക്ട്സ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ നിന്ന് ചൂസ് ചെയ്ത് അതിൻ്റെ കൺട്രോൾസ് വരുന്നത് റൈറ്റ് സൈഡിൽ പാനൽസിലാണ്. അത് നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഏരിയയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഇവിടെ തന്നെ കാണാവുന്നതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ഡിസൈന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമേജ് അപ്ലോഡിങ് സെക്ഷനിൽ നമുക്ക് വേണ്ട ഇമേജിനെ അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും സെർച്ച് ചെയ്ത് പിക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ജനറേറ്റീവ് ഫില്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനാദ്യമായി ജനറേറ്റീവ് ഫിൽ സെലക്ട് ചെയ്യുക. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ ഗ്ലാസിൻ്റെ സെക്ഷനാണ്, ആ ഭാഗം. എന്നിട്ട് നമുക്ക് അവിടെ എന്താണോ വേണ്ടത്, ഞാനിവിടെ ചേഞ്ച് ഗ്ലാസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഫിൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒരു 4-5 സെക്കൻഡ് കൊണ്ട് ഇത് ജനറേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ജനറേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു 3 വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇതിൽ ആപ്റ്റായിട്ടുള്ള നമുക്കൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫയർഫ്ലൈൻ്റെ 3 AI മോഡൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ജെമിനിയും ഫ്ലിക്സും നമുക്ക് പെയ്ഡ് വേർഷനിലാണ്. നമ്മളിപ്പോൾ റിഡ്യൂം ചെയ്ത ഈ ഓഫറിൽ മന്ത്ലി 20 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക. നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇത് ബൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് പ്ലസ് ഫയർഫ്ലൈ വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് മന്ത്ലി വരുന്നത് 1600 രൂപയാണ്. ഇതിൻ്റെ മന്ത്ലി, ആനുവലി ആൻഡ് പ്രീപെയ്ഡ് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.